ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയും ആര്യനും കൂടെ രാത്രി ആഹാരമൊക്കെ കഴിച്ചിട്ട് ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്ത് മിത്രയോട് ആര്യം പറയാണ്, അതെ ഞാൻ പറയുന്നുണ്ട്, രാത്രി 10 മണി വരെയും പാതിരാത്രി വരെ നീ എന്നെ കാത്തിരിക്കേണ്ട, നീ നേരത്തെ കിടന്നോണം കേട്ടോ. ആ ശരി ആര്യ, പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ആര്യം കേൾക്കണം. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, അതെ നീ ആര്യൻ ഇങ്ങനെ ഈ ജോലി കൂലി എന്ന് പറയുന്നത് നടക്കാതെ ആര്യൻ്റെ വിദ്യാഭ്യാസം കൂടെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ആര്യനും പഠിക്കാൻ പോകണം. ആ കൊള്ളാം, നന്നായി. ഞാനും കൂടെ പഠിക്കാൻ പോയാൽ എങ്ങനെ ശരിയാവും? നിൻ്റെ പഠിത്തത്തിന് വേണ്ടി കാശ് വേണ്ടേ? പഴയ പോലെയാണോ? ഇവിടെ ഇപ്പോൾ ചിലവ് കൂടുതലാണ്, നമ്മളും കൂടെ ചിലവിന് കൊടുക്കണം, അറിയോ? അല്ല ഞാനും കൂടെ എന്നാൽ പിന്നെ ജോലിക്ക് പോയാലോ എന്ന് മിത്ര ചോദിക്കുമ്പോൾ, അത് ശരിയാവില്ല, മര്യാദയ്ക്ക് പഠിച്ചോ, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അതല്ല ആര്യ, നമുക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ഞാൻ നോക്കിക്കോളാം, ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും. അതൊന്നും വേണ്ട, ട്യൂഷൻ എടുക്കുന്നതൊക്കെ പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. ആ സമയം നിനക്ക് പഠിക്കാൻ ഉപകരിക്കണ്ടേ? അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് ജോലിക്ക് പോവാതിരിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ചിലവ് മാത്രമല്ല, ആനന്ദേട്ടൻ്റെ കല്യാണം വരുവാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മളായിട്ട് അവർക്ക് കൊടുക്കണ്ടേ? ഒന്നാതെ അച്ഛൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണെന്നറിയോ? അച്ഛൻ്റെ ചിലവിലാണ് കല്യാണം നടക്കുന്ന, അച്ഛൻ മുന്നിൽ നിന്ന് നടത്തുന്ന കല്യാണം എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കിക്കൊണ്ട് നടക്കുക. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് നല്ലൊരു ക്ഷീണമാവും. പിന്നീട് അത് തന്നെയായിരിക്കും അച്ഛൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ അതുമാത്രമല്ല, നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അതിന് വേണ്ടി ഒരുപാട് പൈസയാവും. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ രാത്രി ഇത്രയൊക്കെ ലേറ്റ് ആവണത്. പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, ആനന്ദേട്ടൻ്റെ ഫാമിലി, കെട്ടാൻ പോണ ഫാമിലിയൊക്കെ ഇത്രയും സാമ്പത്തിക സ്ഥിതിയുണ്ട്. പിന്നെ ആകാശേട്ടൻ്റെ ചേച്ചിക്കാണെങ്കിൽ, മീനാക്ഷി ചേച്ചിക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്. അപ്പോൾ എല്ലാവരും, പിന്നെ അച്ഛനും ഇങ്ങനെ കടയുണ്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉള്ളവരാണ്. ഒന്നുമില്ലാത്തത് നമ്മൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് കാലം കൂടെ എന്തായാലും ജോലിക്ക് പോയേ പറ്റുള്ളൂ. നീ പഠിക്കാനുള്ളത് പഠിക്കുന്നു പറഞ്ഞിട്ട് നേരെ തലകണി എടുത്തിട്ട് പരമ്പ് കൊടുത്ത് കിടക്കാൻ പോകട്ടോ തറയിൽ. മിത്ര പറയുന്നുണ്ട്, ആര്യ നീ കട്ടിലിൽ കിടന്നോ, ഞാൻ കിടക്കാം. അത് വേണ്ട, പതിവുകളൊന്നും തെറ്റിക്കണ്ട, ഞാൻ തന്നെ തറയിൽ കിടന്നോളാം, നീ കട്ടിലിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ആര്യൻ പോവാട്ടോ. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഉദയഭാനുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ. നിശ്ചയത്തിന് പിറ്റേ ദിവസം നിശ്ചയമാണല്ലോ, അതിന് വേണ്ടി മണ്ഡപമൊക്കെ എടുത്ത് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പൈസ ചോദിച്ചിട്ട് കൊടുക്കാൻ കാശില്ലാത്ത കാരണം അവിടെ ഭയങ്കര വഴക്കാവും കേട്ടോ. അങ്ങനെ അവർ ഒരുക്കി വെച്ചിരുന്ന പൂവും കാര്യങ്ങളും എല്ലാം പിച്ചി പറിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉദയഭാനു തടയുന്നുണ്ട്. നിങ്ങളിതൊന്നും പറിച്ചിട്ട് പോകരുത്, പൈസ ഞാൻ പിന്നെ തരാം, തൽക്കാലം ഇപ്പോൾ 2500 രൂപയുള്ളൂ, അത് വാങ്ങുക. 10-15,000 രൂപയുടെ വർക്ക് ചെയ്തിട്ട് 2500 രൂപയാണ് നിങ്ങൾ തരുന്നത്. അങ്ങനെ ഇപ്പം വേണ്ട, ഞങ്ങളിതെല്ലാം അഴിച്ചിട്ട് പോവാമെന്നും പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അപ്പോഴാണ് ശ്രീദേവിയും ശ്രീവിദ്യയും ശ്രീകലയും എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി വന്നിട്ട്, അയ്യോ ഇവിടെ എന്താ പ്രശ്നം? അപ്പോൾ ശ്രീവിദ്യ പറയുന്നുണ്ട്, അതെ അവിടെ പൈസ കൊടുക്കാനില്ലാത്ത കാരണം ബഹളം ഉണ്ടാക്കുക, പിന്നല്ലാണ്ട് നിശ്ചയം നടത്തണ്ടേ, ഇവന്മാരിത് എന്ത് പണിയാണ് കാണിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകല നേരെ ഓടിച്ചെന്ന് അവരെ സമാധാനിപ്പിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കിടന്ന് ഇവിടെ ബഹളം വെക്കില്ലേ, ഞാൻ പൈസ തന്നോളാം, നിങ്ങൾ തരാമെന്നോ? അതെ ഇന്നിപ്പോൾ എന്തായാലും നിങ്ങളിതെല്ലാം കെട്ടിപ്പോയില്ലേ, ചടങ്ങ് നടക്കട്ടെ, നമ്മളിവിടെ ഓടിപ്പോവില്ലല്ലോ, നാളെ ഇവിടെ തന്നെ കാണും, നാളെയല്ലേ ചടങ്ങ് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ ബാക്കി പറഞ്ഞ പൈസ എല്ലാം തരാം, തൽക്കാലം ഇത് അഡ്വാൻസ് പോലെ നിങ്ങളിത് കയ്യിൽ വാങ്ങും എന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുക കേട്ടോ. ഉദയഭാനു ചോദിക്കുന്നുണ്ട്, ബാക്കി കാശ് എവിടെ നിന്നാണ് അടി എടുത്തു കൊടുക്കുന്നത്? എങ്ങനെയെങ്കിലും ഇത് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളൊരു മരം മണ്ടനായി പോയല്ലോ മനുഷ്യ, ഞാൻ ഈ ബാക്കി കാശ് കൊടുക്കുമെന്നാണോ നിങ്ങളെ വിചാരം? നാളെ അമ്പയന്മാർ എന്തായാലും അഴിക്കാൻ ഇതുപോലെ കിടന്നു പോയി നമ്മൾ അഴിച്ചിട്ട് പോകുന്നു, അഴിച്ചുകൊണ്ട് പോട്ടെ, നമ്മുടെ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഇവർ അഴിച്ചുകൊണ്ട് പോട്ടെ, പൈസ കൊടുക്കണ്ടല്ലോ എന്നായിരുന്നു അവരുടെ പണി കേട്ടോ, പരിപാടി. അപ്പോൾ ഇതെല്ലാം ശ്രീവിദ്യയും ശ്രീദേവിയും കണ്ടുകൊണ്ടിരിക്കുക. ശ്രീദേവിക്ക് സഹിക്കാനാവുന്നില്ല. അപ്പോൾ പറയും, കാശും ഇല്ല, കല്യാണം നടത്താൻ വേണ്ടി നടക്കുന്ന ഒരു അച്ഛനും അമ്മയും, സഹിക്കട്ടെ, എനിക്കിനി വയ്യ, ഇതിനൊക്കെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ആനന്ദേട്ടനോട് തുറന്നു പറയാം എന്നും പറഞ്ഞ് നേരെ മുറിയിലേക്ക് പോയി ഫോൺ എടുത്ത് ആനന്ദിനെ വിളിക്കുക കേട്ടോ. ഇവിടെ ശ്രീവിദ്യ ആണെങ്കിൽ നല്ല പേടിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് ഈ കാര്യം പറയുക. അങ്ങനെ അവരെല്ലാവരും കൂടെ ഓടി മുറിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശ്രീദേവിക്ക് ശരിക്കും വഴക്ക് കൊടുക്കുകയാണ്, എന്ത് പണിയടി നീ കാണിക്കുന്നത്, എനിക്ക് വയ്യ ഇനി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഞാൻ അനന്തേട്ടനെ വിളിച്ച് എല്ലാം പറയാൻ പോവാ. അത് ശരി, നീ അപ്പോൾ എല്ലാം പറയുമല്ലേ? അപ്പോൾ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നല്ലേ ഞാൻ വിചാരിച്ചെല്ലാം ചെയ്തപ്പോൾ നീ ചെയ്യുമെന്നല്ലേടി, നീ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോൾ, ജീവിതകാലം മുഴുവനും അച്ഛനും അമ്മയ്ക്കൊരു ഭാരമായിട്ട് നീ ഇവിടെ കഴിയാമെന്നാണോ നിൻ്റെ വിചാരം? ഞങ്ങൾക്ക് നീ ഒരു ഭാരമാടി എന്നിങ്ങനെ പറയണതും ശ്രീദേവിക്ക് സഹിക്കാൻ വയ്യാത്ത വിഷമാവും കേട്ടോ. എന്താ അമ്മ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണെന്നോ? അതേ, കല്യാണം കഴിക്കാതെ നിൽക്കുന്ന പെൺമക്കൾ അച്ഛനമ്മമാർക്ക് എന്നും ഭാരം തന്നെയാടി. ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചു വിടണം, അവർക്ക് മക്കളുണ്ടായി കാണുക, ഇതൊക്കെയാണ് എല്ലാ അമ്മമാരെയും സന്തോഷവും സമാധാനം. അത് നശിപ്പിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? ഇത്രയൊക്കെ കൊണ്ട് എത്തിച്ചിട്ട് അവസാനം അവളെല്ലാം കലക്കാൻ നടക്കുന്നോ എന്നും പറഞ്ഞ് ശരിക്കും വഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്ന് സമാധാനിപ്പിക്കണം, മോളെ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ അത്ര വലിയ കാശും ഒന്നുമില്ലാതെ നിനക്ക് അറിയാമല്ലോ,
നിന്നെ കെട്ടിച്ചാൽ മാത്രം പോരല്ലോ, ഇനി താഴെ ഇവളും കൂടെ ഇല്ലേ? ശ്രീദേവിയെ നോക്കിയിട്ട് ശ്രീദേവിയും ശ്രീകലയും രണ്ടുപേരാണ്, ശ്രീവിദ്യയും 2 മക്കളാണല്ലോ. രണ്ടുപേരെ എനിക്ക് കെട്ടിച്ചു വിടണ്ടേ, അവളുടെ കാര്യം നോക്കണ്ടേ? നീ എങ്ങനെയെങ്കിലും മോളെ ഇതൊന്ന് കല്യാണത്തിന് നിശ്ചയം വരെ നീ സഹിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അച്ഛനുണ്ട്, അച്ഛൻ സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാം. നാളൊരു കാലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും വിവാഹം നടക്കട്ടെ മോളെ, ഇതുവരെ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടതാ, ഇനി നീ അതിൽ തടസ്സം നടക്കരുത് എന്നൊക്കെ അച്ഛൻ സമാധാനപ്പെടുത്താട്ടോ. അങ്ങനെ ശ്രീദേവി ഇത്തിരി ഒരു സമാധാനപ്പെടുകയാണ്. ഈ സമയം എന്തായാലും രാവിലെ നിശ്ചയമാണല്ലോ. നിശ്ചയത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുന്നേ അവിടെ എല്ലാം മുറ്റത്തൊക്കെ നല്ല കോലം വരയ്ക്കട്ടോ മിത്രയും അതുപോലെ മീനാക്ഷിയും കൂടെ. അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ മീനാക്ഷി പറയാ, ഇവിടെ എന്താ സംസാരമൊന്നും അറിയേണ്ട കാര്യമില്ലേ, ഇത് നമ്മൾ യൂത്തേഴ്സിൻ്റെ ആണെന്ന് പറയും. ഓ പിന്നെ ഒരു യൂത്ത് വന്നിരിക്കുന്നു. എടി നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ 2 എണ്ണം പ്രസവിച്ചു പോയി, എന്നെ നേരത്തെ ഞാൻ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ടാണ് നീയൊക്കെ ഇന്നിവിടെ നിവർന്ന് നിൽക്കുന്നത്. ഓ ഞങ്ങളങ്ങ് വയസ്സായി പോലെയാണല്ലോ അവളുടെ സംസാരം എന്ന് ഗോമതി തമാശ പറയാട്ടോ. എന്തായാലും കോലമൊക്കെ സാധാരണ ദിവസം വരയ്ക്കുന്ന കോലം പോരാ, എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത്. അപ്പോൾ ഇന്ന് വലിയ ഒരു ദേവിയുടെ പടം വെച്ചിട്ടുള്ള കോലം വരയ്ക്കാമെന്ന് പറഞ്ഞ് 2 പേരും പ്ലാൻ ചെയ്ത് കുത്തിയിരുന്ന് അവിടെ വരയ്ക്കട്ടോ. കോലമൊക്കെ വരച്ച് കഴിയുമ്പോൾ ഇനി അതിന് കളറൊക്കെ കൊടുക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മീനാക്ഷി പറയാം, ഓ എൻ്റെ വീട്ടിലാണെങ്കിൽ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ റോഡ് മുഴുവൻ ഇത് ചെയ്യാറുണ്ട് നമ്മളൊക്കെ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പെട്ടെന്ന് ചെയ്ത് അവരുടെ പണി നോക്കും, മറ്റുള്ള പണികൾ അവർക്കൊന്നും ഒരു ക്ഷീണമില്ല. എനിക്കിവിടെ ഇച്ചിരി നേരം കോലം വരച്ചപ്പോഴത്തേക്കും മുട്ടുവേദന എടുത്തിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോയിൽ ഒരാൾ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ അനുജയാണ് കേട്ടോ. അനുജ എന്ന് പറയണത് നമ്മുടെ ബാലൻ്റെ ഏറ്റവും മൂത്ത മോളാണ് കെട്ടിച്ച് വിട്ടത്. അപ്പോൾ നിശ്ചയപ്രകാരം വന്നതാണ് അവിടെ. വന്ന പാടെ ഇതെന്താ ഈ കാട്ടി വെച്ചിരിക്കുന്നത്, കോലം വരച്ച് വെച്ചിരിക്കണോ? നന്നായിരിക്കുന്നു, ഒരു നിശ്ചയം നടക്കാൻ പോണ വീടാ, ഇങ്ങനെയാണോ കോലം വരയ്ക്കുന്നത്? എന്നിട്ട് ചോദിക്കണം, എന്നെ മനസ്സിലായോ നിങ്ങൾക്കൊക്കെ? അപ്പം മീനാക്ഷി ചോദിക്കണമെന്ന് മനസ്സിലാവാതിരിക്കാൻ എന്താ? അല്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും ഇവിടെ ആരും അന്വേഷിക്കാറില്ലല്ലോ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് തുടങ്ങിയിട്ടോ. ഈ കോലത്തിനെ കുറിച്ചും അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങി. അപ്പം മിത്രയും അതുപോലെ മീനാക്ഷിയും പറയുന്നുണ്ട്, ഈ കോലത്തിന് ഒരു കുഴപ്പമില്ല, നമ്മൾ നല്ല രീതിയിൽ തന്നെ വെച്ച്, പിന്നെ ഒരു കുഴപ്പമില്ല, നിനക്കൊക്കെ അസൂയടി അസൂയ, അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. എന്താ അനുജ ചേച്ചി അങ്ങനെ പറയണേ? ഞങ്ങൾക്കൊരു അസൂയയില്ല. ആര് പറഞ്ഞ് അസൂയയില്ലാന്ന്? ആനന്ദിൻ്റെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പം നടന്നപ്പോൾ വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെയും കിട്ടിയപ്പോൾ നിനക്കൊക്കെ അസൂയ. ഇനി വരാൻ പോണ ഒരു മരുമോൾ ഇവിടെ വന്ന് കയറുമല്ലേ പണമുള്ള, അതിൻ്റെതാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം, കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വന്ന്, ഇങ്ങനെയല്ല കോലം വരയ്ക്കേണ്ടത്, ഞാൻ പറയുന്ന പോലെ അങ്ങ് വരച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് വരച്ച് കഷ്ടപ്പെട്ട് വെച്ചിരുന്നത് അത്രയും വലിച്ച് ദൂരെ എറിയായിട്ട് വെള്ളം ഒഴിച്ച് മാച്ച് കളയാണ്. അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഗോമതി വരുന്നത്. ഗോമതി വന്നോണ്ട്, നീ വന്നായിരുന്നോ? എന്താ നീ അകത്തേക്ക് വാ. പിന്നെന്താ കോലം എന്ത് ചെയ്തു നിങ്ങൾ വരച്ചിരുന്ന കാണുന്നില്ല, തെറ്റിപ്പോയോ? അതുകൊണ്ടാണോ ഒന്നോട് വരയ്ക്കണേ? തെറ്റിയെന്നൊന്നും അല്ല അമ്മേ, അമ്മയുടെ മോള് തന്നെ ഇത് വെള്ളം ഒഴിച്ചില്ലാതാക്കി, ഇത് പോരാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടതാ. ഓ അത് ശരി, നീ എന്തിനാടി അങ്ങനെ ചെയ്തത്? അമ്മേ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഞാൻ പറഞ്ഞു കൊടുക്കാം, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നിങ്ങളങ്ങ് വരയ്ക്കുമെന്ന് പറയും. അപ്പം മീനാക്ഷി പറയാ, എത്ര സമയം എടുത്ത് കുത്തിയിരുന്ന് കാലും മുട്ടും വേദന എടുത്ത് ഞങ്ങളിത് വരച്ചെന്നറിയോ? ഇനി നിങ്ങൾ പറയണം പോലെ ഞങ്ങൾ വരയ്ക്കില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അവിടെ വരച്ചാൽ മതി, തന്നെ ചെയ്തോ എന്നും പറഞ്ഞ് ഇവരകത്ത് കയറി പോവാട്ടോ. അപ്പോൾ ഗോമതിയും പറയാ, നീയല്ലേ ഈ പണിക്ക് അവിടെ കാണിച്ചത്, മര്യാദയ്ക്ക് വരച്ച് വെക്കടിയെന്ന്. വന്ന അനുജ ആകെ പെട്ടുപോയിട്ടോ, വരയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ ഭരിച്ച് നിർത്താമെന്നാണ് വിചാരിച്ചത്, നടന്നില്ല. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്